കരിങ്കാലിമാല ഇട്ടുകൊണ്ടാണോ രജനീകാന്തും ശിവകാർത്തികേയനും ധനുഷൊക്കെ ജീവിതത്തിലും കരിയറിലും സക്സസ് ആയത്? അപ്പൊ ഇതൊക്കെ സത്യമാണോ എന്നറിയാൻ നമുക്ക് കരിങ്കാലിയെ കുറിച്ച് കൂടുതലൊന്നും അറിഞ്ഞാലോ. കരിങ്കാലി അഥവാ യമനി വുഡ് ഇത് കൂടുതലും കണ്ടുവരുന്നത് ശ്രീലങ്കയിലും സൗത്ത് ഇന്ത്യയിലുമാണ്, അതായത് തമിഴ്നാട്ടിൽ. 1995 ഈ വുഡ് ലൈസൻസ് ഉണ്ടെങ്കിലേ മുറിക്കാൻ പാടുള്ളൂ എന്നുള്ള നിയമം വന്നതോടുകൂടിയാണ് ഈ വുഡിന് ഡിമാൻഡ് വന്നത്. നമ്മൾ ഈ കരിങ്കാലിമാലയൊക്കെ ട്രെൻഡായിട്ട് ഇവിടെ ഉപയോഗിക്കുന്നതിന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്, ഏകദേശം 5000 വർഷങ്ങൾക്ക് മുമ്പ് ഈജിപ്തിലെ രാജാക്കന്മാർ അവിടുത്തെ മമ്മി പേടകങ്ങൾ ഉപയോഗിക്കാനും അവിടുത്തെ രാജാക്കന്മാരും രാജകുമാരിമാരുടെയൊക്കെ ആഭരണങ്ങൾ ഉണ്ടാക്കാനും ഈ തടിയാണ് ഉപയോഗിച്ചു വന്നിരുന്നത്. ഇതുകൂടാതെ നമ്മുടെ പുരാണങ്ങളിൽ കൗരവരും പാണ്ഡവരും തമ്മിലുള്ള യുദ്ധത്തിനിടയിൽ പാണ്ഡവരുടെ കുറച്ച് ആയുധങ്ങൾ ഈ കരിങ്കാലി മരത്തിൽ ഒളിപ്പിച്ചു വെക്കുകയും അത് കൗരവർ വന്ന് നോക്കിയപ്പോൾ കണ്ടില്ല എന്നും വീണ്ടും പാണ്ഡവർ വന്ന് അത് കളക്ട് ചെയ്തതെന്നാണ് പുരാണങ്ങളിൽ പറയുന്നത്. അതിനർത്ഥം നമ്മൾ മനസ്സറിഞ്ഞ് എന്തെങ്കിലും കാര്യം കരിങ്കാലിയെ ലയിപ്പിച്ചാൽ അത് 100% കാത്തു സൂക്ഷിക്കുമെന്നാണ് കരിങ്കാലിയുടെ വിശ്വാസം. അത് മാത്രമല്ല, അത്യാവശ്യം മെഡിസിനൽ വാല്യൂ ഉള്ള ഒരു തടി കൂടിയാണ് ഈ കരിങ്കാലി. ബ്ലഡ് സർക്കുലേഷൻ, ശരീരത്തിന്റെ ചൂട് കുറയ്ക്കുക, ശാരീരികവും മാനസികവുമായിട്ടുള്ള സ്ട്രെസ് കുറയ്ക്കുക, ഇതിനെല്ലാം കരിങ്കാലി കൊണ്ടുള്ള ആഭരണങ്ങൾ ധരിക്കുന്നത് നല്ലതാണ്. ചൊവ്വാഗ്രഹത്തിന്റെ വൃക്ഷമായി വരുന്നതാണ് കരിങ്കാലി. അതുകൊണ്ട് തന്നെ ചൊവ്വാദോഷമുള്ളവർക്കും കരിങ്കാലി ഇടുന്നത് നല്ലതാണെന്ന് പറയപ്പെടും. ഞാൻ ഇത് കുറെ വർഷങ്ങളായിട്ട് ധരിക്കുന്ന ആർട്ടിസ്റ്റുകളോടും പ്രഗത്ഭരായിട്ടുള്ള ജ്യോത്സ്യന്മാരോടൊക്കെ അന്വേഷിച്ചപ്പോൾ ദൃഷ്ടിദോഷം മാറാനും സ്പിരിച്വൽ ആയിട്ടുള്ളവർക്കും മെഡിറ്റേഷൻ ചെയ്യുന്നവർക്കും ഈ യൂണിവേഴ്സിന്റെ ഒരു പോസിറ്റീവ് എനർജി അബ്സോർബ് ചെയ്ത് കൊടുക്കുന്ന ഒരു ഘടകം കൂടിയാണ് കരിങ്കാലി. പക്ഷേ ഈ കരിങ്കാലി ഇട്ടിട്ട് ഒരു ഗുണവും കിട്ടുന്നില്ല എന്ന് പറയുന്ന ഒത്തിരി പേരുണ്ട്. അതിന് കാരണം ഉത്സവപ്പറമ്പിലും മറ്റ് എക്സിബിഷനിലും ഇതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് വ്യാപകമായിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ ഒരു കരിങ്കാലിയുടെ പ്രൊഡക്റ്റ് അത് ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്ന് സിമ്പിൾ ആയിട്ട് എങ്ങനെ അറിയാൻ പറ്റും? ഇതിപ്പോ എന്റെ കയ്യിലുള്ള കരിങ്കാലി ബ്രേസ്ലെറ്റ് ആണ്. അത് നമുക്ക് വെള്ളത്തിലിട്ട് നോക്കാം. ശരിക്കും കരിങ്കാലി എന്ന് പറയുന്നത് വുഡാണ്. വുഡ് വെള്ളത്തിലിട്ട പൊങ്ങി കിടക്കേണ്ടതാ. പക്ഷെ കരിങ്കാലിയുടെ മുത്ത് അത് താന്നേ പോകും. പിന്നെ ഒരു കാര്യം, കരിങ്കാലി ആയാലും രുദ്രാക്ഷം ആയാലും ഇതിന് രണ്ടിനും പോസിറ്റീവ് എനർജി ഉണ്ടെന്നുള്ള കാര്യം പ്രൂവ്ഡ് ആണ്. അതുകൊണ്ട് നമ്മൾ ഇത് ഉപയോഗിക്കുമ്പോൾ 100% വിശ്വാസത്തോടെ മാത്രം ഉപയോഗിക്കുക. ആരെങ്കിലും പറഞ്ഞത് കേട്ടിട്ടോ ഇൻസ്റ്റയിൽ കണ്ടിട്ടോ നമ്മൾ ഇത് ധരിക്കരുത്. നമ്മുടെ മനസ്സിൽ 100% വിശ്വാസത്തോടെ ധരിച്ചാൽ മാത്രമേ ഇതിന്റെ ഗുണം കിട്ടൂ. പിന്നെ ഈ കരിങ്കാലി ധരിച്ചുകൊണ്ട് മത്സ്യമാംസം കഴിക്കാമോ, രാത്രി കിടക്കുമ്പോൾ അത് ഊരി വെക്കണോ, പീരീഡ്സ് സമയത്ത് ഇടാമോ എന്നൊക്കെ എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് കിട്ടിയ അറിവ് വെച്ചിട്ട് അങ്ങനെ ഒരെണ്ണത്തിലും അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. ഇതെല്ലാം ഓരോരുത്തവരുടെ മനസ്സിന്റെ തൃപ്തിയും ഇഷ്ടമാണ്. നമ്മൾ വിശ്വസിച്ച് എന്ത് ചെയ്യുന്നുവോ അത് സക്സസ് ആയിരിക്കും. ഇനി ഇൻ കേസ് നിങ്ങളിത് ധരിച്ചുകൊണ്ട് മത്സ്യമാംസം കഴിക്കുകയോ അല്ലെങ്കിൽ പീരീഡ്സിന്റെ സമയത്ത് ഇടുകയോ ചെയ്തു എന്ന് വിചാരിച്ചിട്ട് നെഗറ്റീവായിട്ട് യാതൊന്നും സംഭവിക്കില്ല. അപ്പോൾ നമ്മുടെ കയ്യിൽ നല്ല ഒറിജിനൽ കരിങ്കാലിയുടെ മാലയും ബ്രേസ്ലെറ്റും അവൈലബിൾ ആണ്. താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക.